നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 10-20 ദിവസക്കാലം നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ ട്രിപ്പിനായിട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാഹനം ഓടിച്ച് തിരുവല്ലയിൽ നിന്ന് ഞങ്ങളുടെ 2-3 സ്നേഹിതന്മാരോട് ചേർന്ന് കൽക്കട്ട വരെ ബൈ റോഡ് പോകുവാൻ, ക്ഷേമത്തോടെ സൗഖ്യത്തോടെ മടങ്ങി വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 18 ദിവസങ്ങളോളം ഉണ്ടായിരുന്നതിൽ 15 ദിവസവും ഒഡീസ എന്നൊരു സ്റ്റേറ്റിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഒഡീസയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാൻ്റെ ചില കാര്യങ്ങളുണ്ട്. അവിടെ ഏതാണ്ട് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. 4 കോടിയിലധികം ജനങ്ങൾ പാർക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒറീസയാണ്. 30 ഡിസ്ട്രിക്റ്റുകൾ ആ സ്റ്റേറ്റിലുണ്ട്. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, ഏതാണ്ട് 90% ആളുകളും ഈസ എന്നൊരു വാക്ക് കേൾക്കാത്ത ഒരു വലിയ സമൂഹം ആ സംസ്ഥാനത്ത് വസിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒറീസയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 62ഓളം ട്രൈബൽ ഗ്രൂപ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ അവിടെയുണ്ട്. ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു ആദിവാസി കോളനി എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നൊക്കെ അനേക കിലോമീറ്ററുകൾ ഉള്ളിൽ പോയി വനത്തിൽ കയറിയിട്ട് വനത്തിനുള്ളിലൂടെ 10, 30, 40 കിലോമീറ്റർ അകത്ത് പോകുമ്പോഴാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് നമ്മൾ വളരെ ദുഃഖത്തോടു കൂടെയാണ് അത് കാണുന്നത്. നമ്മുടെ കേരളമൊക്കെ ഒരു 100 അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന് പോലും സംശയമുണ്ട്. അവിടെ വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ കുട്ടികൾ പോകുന്നില്ല, പ്രാചീനമായ നിലയിൽ അവർ ജീവിക്കുന്നു. അവർക്ക് യാതൊരു വിധമായ ഒരു സിവിലൈസ്ഡ് ബിഹേവിയർ ഒന്നുമില്ല. പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ ആണുങ്ങളുടെ തോളിലും ഒരു കോടാലി, നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉള്ളതുപോലെ അവർക്കുള്ളത് ഒരു കോടാലിയാണ് അവരുടെ തോളിൽ. സ്ത്രീകളാണെങ്കിൽ തലയിൽ ഒരു കത്തി അത് ചുറ്റി വച്ചിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വേദനയുണ്ട്. എന്നാൽ ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികൾ, മെഡിസിൻ ഡിഗ്രിയുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, അങ്ങനെ അവർക്ക് വിഷൻ ലഭിച്ചവരൊക്കെ ആ ട്രൈബൽ ഏരിയയിൽ പോയി അവരോടൊപ്പം താമസിച്ച് അവരോട് കൂടെ പാർത്ത് അവിടെ പോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. മൈലുകൾ നമ്മൾ പോകണം. നമ്മൾ കൊണ്ടുപോകുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനങ്ങളൊന്നും അവിടെ ഓടിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ആ മലകൾ കയറണം. മലകൾ കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ നിർത്തി സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടനൊക്കെ കയറി. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. ഏറ്റവും രസകരമായെന്നുള്ള മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ഒന്നുമില്ല. നമുക്കൊരു നിമിഷം വൈഫൈയോ മൊബൈലോ കിട്ടാതിരിക്കുമ്പോൾ അസ്വസ്ഥത. എന്നാൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള അനേക ചെറുപ്പക്കാർ അവിടെ പോയി അവരിടയിൽ പാർത്ത് അവരെ ഒരു ഹൈജീനിക്കായിട്ടുള്ളൊരു കൾച്ചർ പഠിപ്പിച്ച് അവർ താമസിക്കുന്ന ഹട്ടിൽ തടി കൊണ്ടുള്ള കച്ചി മേഞ്ഞിട്ടിരിക്കുന്ന വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാതെ അവരോടൊപ്പം പാർത്ത് അവർക്കൊരു ഭാഷ അറിയത്തില്ല. ഒറിയ എന്നുള്ള ലാംഗ്വേജാണ് ഒറീസയെങ്കിൽ അവിടെ ആരും ട്രൈബൽ ലാംഗ്വേജുകളാണ് പറയുന്നത്. അത് പഠിച്ച് അവരെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പ്രായമുള്ളവരെ പഠിപ്പിച്ച് ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ പണ്ട് മിഷണറിമാർ ചെയ്തതുപോലെ. മിഷണറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വന്തം സൗകര്യങ്ങളും സുഖങ്ങളും കംഫർട്ട് സോണെല്ലാം വിട്ട് മറ്റൊരു കൾച്ചറിൽ പോയി അവരോടൊപ്പം പാർത്ത് അവരെ ട്രെയിൻ ചെയ്ത് അവരെ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നതാണ് ഒരു മിഷണറിയുടെ ദൗത്യം. അതുപോലെ ചെയ്യുന്ന അനേക സഹോദരങ്ങളെ, യങ്സ്റ്റേഴ്സിനെ കാണാൻ തന്നെ ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ നമ്മളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം അവർ പഠിക്കണം. പറ്റുമെങ്കിൽ ഒരു വെസ്റ്റേൺ രാജ്യത്ത് കംഫർട്ടബിളായിട്ടുള്ളൊരു സോണിൽ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ കുട്ടികൾ ഒരുപക്ഷെ മാതാപിതാക്കൾ കേട്ടിടത്തോളം മാതാപിതാക്കൾക്കൊന്നും എല്ലാവർക്കൊന്നും സന്തോഷമല്ല കാര്യത്തിൽ. എന്നാൽ കുഞ്ഞുങ്ങൾ ആ നിലയിൽ പ്രവർത്തിക്കുന്നു. വളരെ അത്ഭുതകരമായ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് കാണുന്നതൊക്കെ ദൈവം സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പുതിയ സമൂഹത്തിനൊക്കെ അങ്ങനെ ഒരു ദർശനം കൊടുക്കണമേ എന്ന് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അവരെല്ലാം ഓർത്ത് അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. അവരെ അവിടെ പോയി സോളാറിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെളിച്ചം കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരുടെ ഒക്കെ ആ ഹട്ടിലൊന്ന് കയറുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഉയരം കുറഞ്ഞ സ്ഥലത്ത് വളരെ ആ അനുഭവത്തിൽ ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കൂടി ചേർന്ന് ജീവിക്കുന്നത് കാണുമെന്നൊക്കെ വേണം. ദൈവം സഹായിച്ചു. അവിടെയൊക്കെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക.
എന്നാൽ ഈ ഏതാണ്ട് 12ഓളം അങ്ങനെയുള്ള ട്രൈബൽ യൂണിറ്റുകളിൽ പോകാൻ കൊണ്ട് ഞങ്ങളെ ദൈവം സഹായിച്ചു. അവിടെ എല്ലാം പോയപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഹൃദയം തുറന്ന് അവരുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വന്നു. ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വന്ന ദൈവസ്നേഹം മനസ്സിലാക്കിയവരുടെ കുടുംബങ്ങളിലും ജീവിതശൈലികളെല്ലാം വ്യത്യാസം വന്നു. അവരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും കാണാതെ കൊണ്ട് സാധിച്ചു. അവരോടൊപ്പം ചെലവഴിക്കുന്നത്, അവരെ പോയി എൻകറേജ് ചെയ്യുന്നത് തന്നെ അവർക്ക് വളരെ സന്തോഷമാണ്. മാത്രമല്ല, ഈ ട്രൈബൽ ലാംഗ്വേജിൽ നിന്നും ബൈബിൾ ട്രാൻസ്ലേഷൻ ശരിയായ നിലയിലില്ല. അവർ ഒറിയ ഭാഷ അവർക്ക് വായിക്കാൻ അറിയില്ല. അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടത്തില്ല. സംസാരിക്കുന്ന ഭാഷ മറ്റ് ലോക്കൽ ട്രൈബൽ ലാംഗ്വേജുകളാണ്. എന്നാൽ ആ ഭാഷയിലേക്ക് നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പോയി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവിടുത്തെ ഭാഷ പഠിച്ച് ആ ലിപികൾ മനസ്സിലാക്കി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പല സഹോദരങ്ങളെ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് സിമിലിഗുഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വർഗീസ് ജോൺ എന്നൊരു സഹോദരൻ, മല്ലപ്പള്ളിക്ക് അടുത്തുനിന്നുള്ളൊരു സഹോദരൻ അവിടെ പോയി പാർത്ത് വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ന്യൂ ടെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പം ബൈബിൾ പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഒരു വലിയ ദൗത്യത്തിലാണ്. വളരെ ത്യാഗങ്ങൾ സഹിച്ച് അവർ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ചിന്തനീയമായ അനുഭവമായിരുന്നു മിഷനറിയായ വില്യം കേറിയയുടെ വീടും പരിസരങ്ങളും കോളേജും ഒക്കെ പോയി കാണുന്നതൊക്കെ കൽക്കട്ടയിലാണത്. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നത്. ദൈവമക്കളെ അവരൊക്കെ ഒരു സമയത്ത് അവരുടെ കംഫർട്ട് സോൺ വിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് നമ്മൾ ആളോടൊപ്പം ജീവിച്ച് ഇവിടുത്തെ ആ തെറ്റായ ആചാരങ്ങളൊക്കെ അവർ കണ്ട് വേദനിച്ചിട്ടുണ്ട്. ഇല്യം കേറിയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം താമസിച്ച് തൊട്ട് മുമ്പിലാണ് ഒരു വലിയ ശ്മശാനമുണ്ട്. അവിടെ ഭർത്താവ് മരിക്കുമ്പോൾ സ്ത്രീകൾ ഓരോരുത്തരായി വന്ന ചിരയിൽ ചാടി മരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ സമ്പ്രദായം അങ്ങനെയായിരുന്നു. താൻ ഇത് കണ്ട് കരഞ്ഞിട്ടുണ്ട്. പ്രതിഷേധിക്കാൻ പോയപ്പോൾ തന്നെ അവർ കൊന്നുകളയും എന്നുള്ള രീതിയിൽ. എന്നാൽ താൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അന്നത്തെ രാജാവായിരുന്ന രാജാറാം മോഹൻ റോയെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ആ സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ ഇടയായി തീർന്നു. മാത്രമല്ല, അനേക ഭാഷകൾ ആസാമിയിലോട്ട്, ബംഗാളിയിലോട്ട്, ഒറിയയിലോട്ട്, ഹിന്ദിയിലോട്ടൊക്കെ ബൈബിൾ ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവഭക്തനായ മനുഷ്യനാണ്. തന്നെക്കുറിച്ച് പറഞ്ഞ ചെറുപ്പകാലത്ത് തനിക്ക് ഇന്ത്യ എന്നൊരു വിഷൻ തൻ്റെ ഉള്ളിൽ വന്നു. അവിടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ, റോട്ടർ കോൾ നടന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ പോയി മിഷണറിയായി പോകണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞു, ലിറ്റിൽ ബോയ് സിറ്റ് ഡൗൺ ദെയർ, ഇഫ് ഗോഡ് വാണ്ട്സ് ടു സേവ് ഇന്ത്യ ഹി വിൽ ഹാവ് അനദർ സോഴ്സസ്, നോട്ട് ഹി ഡസൻ നീഡ് യുവർ ഹെൽപ്പ് ഓർ മൈ ഹെൽപ്പ് എന്ന് പറഞ്ഞു. ഇന്ത്യ എന്ന രാജ്യത്തെ സുവിശേഷീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേറെ പദ്ധതികൾ, നീ അതിനാണ്ടി ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ നിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് പറയും. നല്ല കൊച്ചു ബാലൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത വെളിച്ചം അത് കത്തിജ്വലിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് താൻ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ ആ ദുഷ്കരമായ സാഹചര്യങ്ങൾ താൻ ജീവിച്ചു. അനേകർക്ക് വെളിച്ചം പകരുവാൻ തന്നെ ദൈവം കുടുംബമായി ഉപയോഗിച്ചു. തൻ്റെ മകൻ്റെയും ഭാര്യയൊക്കെ അടക്കിയിരിക്കുന്ന ശ്മശാനത്തിൽ പോയി അവിടെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ദൈവമക്കളെ, ആ ദർശനം ഉള്ള എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് എന്നൊരു ദൈവഭക്തനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു കൺവെൻഷന് താൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒറിയ ഭാഷയിലും ട്രൈബൽ ലാംഗ്വേജിലെല്ലാം താൻ പ്രസംഗിക്കുമായിരുന്നു. പ്രസംഗിക്കാനായി പോയപ്പോൾ ഒരു വീട്ടിലെ പ്രസംഗം കഴിഞ്ഞിട്ട് താൻ ഒരു വാഹനത്തിൽ, വളരെ കൊതുകിൻ്റെ വലിയ ശല്യം ഉണ്ട്, വാഹനത്തിൽ വന്ന് വിശ്രമിക്കാമെന്ന് വെച്ച് അതിനകത്ത് വിശ്രമിച്ചപ്പോഴാണ് തന്നെയും തൻ്റെ 2 കുഞ്ഞുങ്ങളും തിമോത്തി ആൻഡ് ഫിലിപ്പ് അവർ ബേൺ അലൈവ് ജീവനോട് ചുട്ടു വന്ന ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ പോയി കാണുവാൻ, തൻ്റെ താമസിച്ച വീട്, താൻ ഉപയോഗിച്ച ടേബിള്, തൻ്റെ കിടക്ക, ഇതെല്ലാം കാണുവാൻ ദൈവത്തിനിടയ്ക്കായി തീർന്നു. അവിടെ ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യം, തൻ്റെ ശവക്കുടീരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 43:4 വാക്യമാണ്. ഇങ്ങനെയാണ്, സിൻസ് യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ് ഇൻ മൈ സൈറ്റ് ആൻഡ് ബിക്കോസ് ഐ ലവ് യു ഐ വിൽ ഗീവ് പീപ്പിൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ യു, നേഷൻസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിന് പകരം, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും നൽകുമെന്നാണ് ദൈവം എന്നെ പറഞ്ഞത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് എത്ര അന്വർത്ഥമായ കാര്യമാണ്. അനേക ആയിരങ്ങൾ ആ ദേശത്തു നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി പുറപ്പെടുന്നു. അനേക ദൈവമക്കൾ ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കുന്നു. അതൊക്കെ വളരെ അനുഭവപൂർണ്ണമായ ഒരു സാഹചര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഭക്തന്മാരൊക്കെ വില കൊടുത്ത് നമ്മുടെ രാജ്യത്ത് വന്ന് ത്യാഗങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ഒരുപക്ഷെ നമ്മളെന്നോർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ദർശനം ഉണ്ടോ, അതോ അവരൊക്കെ ആ കംഫർട്ട് സോൺ വിട്ട് ഇങ്ങോട്ട് വന്നതിന് പകരം നമ്മൾ കംഫർട്ട് സോൺ തിരക്കി പോകുന്നവരാണോ എന്ന്
ഒരു വിചിന്തനം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 9:36 അവൻ പുരുഷാരത്തെ ഇടനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഒത്തിരി നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്തമായിട്ട് കർത്താവേ, ഇന്ത്യ എന്ന രാജ്യം വളരെ എതിർപ്പുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ നടുവിൽ ധീരതയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനേക ദൈവമക്കളെ ദൈവാദേശങ്ങളിലേക്ക് അയക്കുവാൻ, അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കണം എന്ന് യാചിപ്പീൻ എന്ന് നമ്മളോട് പറഞ്ഞു. കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ആ വിഷയങ്ങൾ ഓർക്കുക. അവിടെയുള്ള ദൈവമക്കളെ ഓർക്കുക. ഒറീസ സ്റ്റേറ്റിനെ കുറിച്ച് പ്രത്യേകം പറയാൻ കാര്യം, അത്രമാത്രം ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഭുവനേശ്വറിനെ കുറിച്ച്. ഏതാണ്ട് 1000-ഓളം അധികം അമ്പലങ്ങൾ ആ ഒരു സിറ്റിയിൽ മാത്രമുണ്ട്. വളരെ ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ജനം വെളിച്ചം കാണേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെയുള്ള സഭകളൊക്കെ അന്യോന്യം മത്സരിച്ച് സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ വരെ വിളിച്ചു വരുത്തി ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ദേശം, വലിയ കൊയ്ത്തിനായിട്ടുള്ള ദേശത്ത് അനേകർ കടന്നു പോകാൻ ആ ഒരു മനസ്സും ബേർഡനും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഓർത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ, അവിടെ ഒരു ഓർഫനേജിൽ പോകുന്ന ഇടയായി തീർന്ന് സ്നേഹഭാവൻ എന്നുള്ളൊരു സ്ഥലം, ഏതാണ്ട് 40-ലധികം കുട്ടികൾ അവിടെ പാർക്കുന്നു. അവിടെയുള്ള ഓർഫനേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒക്കെ 100% ഓർഫൻസാണ്. അവരെ അന്വേഷിക്കാൻ ആരുമില്ല. ഒരു വീട്ടിലാണെങ്കിൽ അപ്പൻ വീടിന് തീ കൊളുത്തി ഭാര്യയും മറ്റു മക്കളും, ഒരു കുഞ്ഞ് മാത്രം രക്ഷപ്പെട്ടു. അവൾ ആ ഓടി കാടിനകത്ത് പോകുന്നു. അങ്ങനെ അനേക കുടുംബങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് വരുന്ന ആ സാധാരണക്കാരായ കുട്ടികളെ എടുത്ത് വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പഠിപ്പിച്ച് ദൈവസ്നേഹം പറഞ്ഞു കൊടുത്ത് പാട്ടുകൾ പഠിപ്പിച്ച് വളരെ ഭക്തരായി അവർക്ക് ജീവിക്കുന്നത് കാണാൻ കൊണ്ട് ഇടയായിത്തീർന്നു. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുന്നു. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.